44 ഈജിപ്തിൽ ജനിച്ച മേരി 12-ാം വയസ്സിൽ അലക്സാൻഡ്രിയയിലേക്ക് ഒളിച്ചോടുകയും 17 വർഷക്കാലം വേശ്യയായി ജീവിക്കുകയും ചെയ്തവളായിരുന്നു. 29-ാം വയസ്സിൽ ജെറുസലേമിലേക്ക് പോകുകയായിരുന്ന തീർത്ഥാടകരെ വശീകരിച്ച് പാപത്തിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ തിരുക്കല്ലറ ദേവാലയത്തിൽ വെച്ച് ഒരു അദൃശ്യ ശക്തി അവളെ തടയുകയും പശ്ചാത്താപ വിവശയായി അവൾ പാപബോധത്താൽ നിറഞ്ഞ് കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് 47 വർഷക്കാലം ഈജിപ്തിലെ മരുഭൂമിയിൽ ഏകാന്തവാസത്തിലും പ്രായശ്ചിത്തത്തിലും കഴിഞ്ഞ മേരിയെ സോസിമോസ് എന്ന ഒരു സന്യാസി കണ്ടുമുട്ടുകയും മേരി ജോർദാൻ നദിയിലെ ജലത്തിനു മീതെ നടന്ന് അദ്ദേഹത്തിൽ നിന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തു. പിറ്റേ വർഷം സോസിമോസ് പറഞ്ഞു നിശ്ചയിച്ചത് പ്രകാരം അവൾക്ക് വിശുദ്ധ കുർബാന നൽകാനായി ചെന്നപ്പോൾ അവളുടെ മൃതശരീരവും മറിയം എന്ന പേരിൽ മണ്ണിൽ എഴുതപ്പെട്ടിരിക്കുന്നതുമാണ് കണ്ടെത്തിയത്. അവളുടെ മൃതശരീരം സംസ്കരിക്കാൻ ഒരു സിംഹം സോസിമോസിനെ സഹായിച്ചതായും ചരിത്രം പറയുന്നു.